ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് അറബികളുടെ സ്വന്തം സ്വീറ്റായ കുനാഫ നമുക്ക് തയ്യാറാക്കാം. വളരെ പെട്ടെന്ന് എങ്ങനെ ഇത് റെഡിയാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയത് ഇവിടെ ഞാൻ കുനാഫ ഡോ ആണ് എടുത്തിരിക്കുന്നത്, ഫ്രോസൻ്റെ. ഇത് 500 ഗ്രാമാണ്. നമ്മളിത് തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 2-3 മണിക്കൂറെങ്കിലും മുമ്പ് വെളിയിലെടുത്ത് വെക്കണം. അതിനുശേഷം ഇതിൽ നിന്ന് ഞാൻ പകുതിയാണ് എടുക്കുന്നത്. എടുത്തതിന് ശേഷം അത് ചെറുതായിട്ട് കട്ട് ചെയ്യുക. മിക്സിയിലിട്ട് അടിച്ചാൽ അത്ര ഇത് പോരാ, അതുകൊണ്ട് കട്ട് ചെയ്ത് തന്നെ എടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇടുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 125 ഗ്രാം ബട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഫുള്ളും ഈ ഡോ കവർ ചെയ്യുന്ന രീതിയിൽ വേണം ബട്ടർ എടുക്കാൻ. ഇത് മെൽറ്റ് ആക്കിയതിന് ശേഷം ഇത് ചൂടോടെ തന്നെ ഈ ഡോയിലോട്ട് ഒഴിക്കുക. എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്യുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് ഈ കുനാഫ. എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 150 ഗ്രാം പഞ്ചസാര ചേർക്കുക. അതേ അളവിൽ തന്നെ ആ കപ്പിൽ തന്നെ വെള്ളവും ഒഴിക്കുക. ഇനി 2-3 ഏലക്ക ചതച്ചത് അതും കൂടെ ചേർക്കുക. അതിനുശേഷം 1 സ്പൂൺ നാരങ്ങാ നീരും കൂടെ ഒഴിക്കുക. ചെറുതായിട്ട് കട്ടിയാകുമ്പോൾ ഓഫാക്കുക. നൂൽ പരുവം ഒന്നും ആകണ്ട. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുക. അതിൻ്റെ കൂടെ 1/2 ടേബിൾ സ്പൂണ് മൈദാമാവും കൂടെ ചേർത്തിട്ട് കട്ടയില്ലാതെ നല്ല രീതിയിൽ 1 കപ്പ് പാലൊഴിച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചീസ് ക്രീം ചേർക്കുക. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കുക. അത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം 1 നുള്ളു ഉപ്പും കൂടെ ചേർക്കുക. ഇനി ഗ്യാസ് ഓഫാക്കുക. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാകും. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു ട്രേ എടുക്കുക. അതിൽ കുറച്ച് ബട്ടർ തടവി അതിലേക്ക് കുനാഫയുടെ പകുതി എടുത്ത് നിരത്തി വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഈ ക്രീം പുരട്ടുക. എല്ലായിടത്തും ആവുന്ന രീതിയിൽ വേണം ഇത് ഫിക്സ് ചെയ്യാൻ. അതിനുശേഷം അതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് ചേർക്കുക. എത്ര വേണമെങ്കിൽ ചേർക്കാം, അത്രയ്ക്കും ടേസ്റ്റാണ്. അതിൻ്റെ മുകളിൽ ബാക്കി വന്ന ഡോ ചേർക്കുക. അതും എല്ലായിടത്തും നല്ല രീതിയിൽ നിരത്തി വെച്ചിട്ട് നല്ല പ്രസ് ചെയ്യുക. ഇനി ഓവനിൽ ഫ്രീ ഹീറ്റ് 5 മിനിറ്റ് അത് ഓണാക്കി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഈ കുനാഫ ഡോ ബേക്ക് ചെയ്തെടുക്കുക. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് സ്റ്റൗ ടോപ്പിലും ഉണ്ടാക്കാം. അതേപോലെ തന്നെ കുറച്ച് നട്ട്സ്, ഇവിടെ ഞാൻ പിസ്തയും ബദാമും കൂടെയാണ് ചെറുതായി അരിഞ്ഞു വെച്ചത്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഇത് അലങ്കരിക്കാം. ഏത് നട്ട്സ് ആയാലും കുഴപ്പമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. ഇനി അതിൻ്റെ മുകളിൽ ചൂടോടെ തന്നെ ഈ ഷുഗർ സിറപ്പ് ഒഴിക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് എത്ര ആവശ്യം മധുരമെന്ന് അത്രയും പഞ്ചസാര സിറപ്പ് ഇതിൽ ഒഴിക്കുക. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാം.
നല്ല ചൂടോടെ തന്നെ ഇത് കഴിക്കണം. വളരെ ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. അതേപോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.